അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തായിരുന്നുവെങ്കിൽ ഇന്ന് കൊച്ചിയിൽ. ആലുവയിൽ ബീഹാർ സ്വദേശികളുടെ 6 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഒരു ഇതര സംസ്ഥാനക്കാരൻ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നന്ദൻ ചേരുന്നു. നന്ദൻ, കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നു. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണോ അന്വേഷണം? ബീഹാർ സ്വദേശികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വാടകയ്ക്ക് താമസിക്കാനെത്തിയ അസം സ്വദേശിക്കായി ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പോലീസ് CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. കാരണം കുട്ടി ഈ കളിക്കാൻ പോകുന്ന സമയത്താണോ അല്ലെങ്കിൽ പുറത്തു നിന്ന സമയത്താണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റെവിടെയെങ്കിലും പോയതാണോ എന്ന് അന്വേഷിക്കാനായി CCTV കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. അതിനാണ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കാനെത്തിയ അസം സ്വദേശിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അസം സ്വദേശിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അസം സ്വദേശി പറയടോ. ഞാനവിടെ പോകാനാടോ, കുഞ്ഞുമോളെ കാത്തു നിൽക്കുക. കുഴപ്പമൊന്നുമില്ലടോ. ഡോക്ടർ ഒരു ഇൻഹേലർ തന്നിട്ടുണ്ട്. അതിങ്ങനെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു. ആ, മിക്കവാറും. നന്നായിടോ, ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ശരിയെന്നാ. ഓക്കെ. അങ്ങനെയൊന്നുമില്ല, അത് ടെൻഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ മാറുമോ? അപ്പോൾ പിന്നെ ഞായറാഴ്ച കാണാം. അതെ വണ്ടി വന്നു, ഓട്ടോറിക്ഷ വന്നു. ഓക്കെ. അല്ലേ മിന്നുമോളവിടെ? ഞാൻ വിചാരിച്ചു മാഷി ഇന്നലത്തെ പോലെ മോളെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. എടാ, അത് ഇന്നലല്ലേ. മാഷി ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഈ പിള്ളേരെ ഇറക്കി വിട്ടിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം. ഇല്ല, ഇല്ലെന്നേ. പേര് മാഷേ, നമുക്ക് ആദ്യം സ്കൂളിൽ പോയി നോക്കാം. മോനെ പറയടാ. അച്ഛാ, ഇവിടെ ഒരു രക്ഷയില്ല. 2 ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര തിരക്കിലായിപ്പോയി. നിങ്ങൾക്കെന്നും തിരക്കല്ലേ? മോളെ കുളിക്കാൻ തോന്നണല്ലോ. ഇന്ന് രാധ വന്നില്ല. ആണോ? പൊന്ന് തന്നെയാ കുളിക്കണേ. അവളല്ലേ പെണ്ണായി പോയി എന്നൊക്കെ അവളുടെ ധാരണ. ഇതുവരെ അവള് കുളിച്ചു കഴിഞ്ഞില്ലേ? മിന്നു,
ഹലോ. അച്ഛയുടെ മുത്ത് പിണക്കത്തിലാണോ? മീനൂട്ടി പൊന്നെ. നോ, ഐ ആം മീനാക്ഷി എം മാധവ്. ആള് നല്ല ദേഷ്യത്തിലാട്ടോ. അമ്മയുടെ ചക്കരെ എന്തു പറ്റിയടാ? അമ്മയുടെ മുത്തല്ലേ? വേണ്ട. പിണങ്ങല്ലട ചക്കരെ. ഉമ്മ ഉമ്മ. ഉമ്മ. രണ്ടുപേരുടെയും സോപ്പൊക്കെ മതി. എത്ര നാളെ വീഡിയോ കോളിൽ വന്നിട്ട്? എനിക്ക് സ്കൂളിൽ പോകാൻ സമയായി. നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ ആള്. അത് സാരമില്ല, വൈകിട്ട് വിളിക്കുമ്പോ ഞാൻ അവനെ ശരിയാക്കി എടുത്തോളാം. ഓക്കെ. ഹലോ ഹലോ. ആ അച്ഛാ. അവള് പോയി മോനെ. നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു. ആ അത് കുഴപ്പമില്ല, നമുക്ക് വൈകുന്നേരം വിളിക്കുമ്പോൾ ശരിയാക്കാം. അച്ഛൻ മരുന്നൊക്കെ കഴിക്കാറില്ലേ? മരുന്ന് മന്ത്രമൊക്കെ ഉണ്ട് മോനെ, പക്ഷെ ഒരു രക്ഷയില്ല. കുത്തിയുള്ള ചുമ വരും. ഞാൻ പോയി കണ്ടോളാം. ആ ശരി 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 ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. അച്ചാച്ചാ, ഞാൻ റെഡി. പോവാം. ആ. നീ പതുക്കെ പതുക്കെ. ഇവനെ ഒന്ന് റിപ്പയർ ചെയ്താ എനിക്ക് ഓട്ടോയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ അച്ചാച്ചാ? അച്ചാച്ചൻ നിനക്ക് വയസ്സായില്ലേ പൊന്നു? തന്നെയല്ല അസുഖവും. ഇവനും ശ്വാസം മുട്ടുണ്ടോ? അമ്പടി അച്ചാച്ചനെ കളിയാക്കണോ? പതുക്കെ പതുക്കെ പതുക്കെ. അച്ചാച്ചാ ബൈ ബൈ. ഇത് പിടിച്ച്. ശരി പക്ഷേ. ആ ഇതാര്? ശ്രീദേവിമാടോ? പതിവിൽ എന്താ വിശേഷങ്ങള്? പക്ഷേ ഞാൻ അടുത്ത മാസം റിട്ടയർ ആവുക. ഓ അപ്പൊ ഇനി ബാങ്കിലൊക്കെ ഞാൻ തന്നെ പോകേണ്ടി വരും അല്ലേ? ആ വരുന്നോ? ഇല്ല, പോവാണേ. ഇവിടുന്ന് പിള്ളേരൊക്കെ പോയില്ല മാഷേ, എവിടെ പോയി നോക്കാം. ഇനിയിപ്പോ എവിടെ പോയി നോക്കാനാ? മാഷേ, ഹോസ്പിറ്റലിലെങ്ങാനും പോണോ? ഏയ് സൂക്ഷിച്ചു. ജോലിക്കാരി പെണ്ണ് വന്നില്ല. രാവിലെ ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അവള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. സമയമായിട്ടാ, ഞാൻ വിളിക്കാം. പൊന്നു, കറക്റ്റ് 10 മിനിറ്റുള്ളിൽ ഓട്ടോറിക്ഷ വരും. 5 മിനിറ്റിനുള്ളിൽ മൊത്തം കഴിച്ചു തീർക്കണം. ഓക്കെ? നോ, 8 മിനിറ്റിനുള്ളിൽ. ഇവൻ വേഗം കഴിക്കടാ. ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കില്ല. അവരിങ്ങ് വരട്ടെ, പറഞ്ഞു വിട്ടേക്കാം.
എൻ്റെ അച്ഛൻ അമ്മയും വരുമ്പോൾ ഞാൻ വിമാനത്തിൽ കയറി പോവും. അച്ചാച്ചനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ പോവും. അച്ചാച്ചേ, അച്ചാച്ചേ, മാഷേ, മാഷേ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയാലോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, സാറേ, ഞാനേ മാധവനായരാണേ. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സമയമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല. മതി മതി മതി. അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കുവോ? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മാഷേ, നമുക്കിനി വീട്ടിലേക്ക് പോയാലോ? അച്ചാച്ചേ, ഞാൻ സ്കൂൾ വിട്ട് പുറത്തിറങ്ങിയപ്പോ ദേ അച്ഛയും അമ്മയും. ഞാൻ ആകെ സർപ്രൈസ് ആയി പോയി. അച്ഛാ, പെട്ടെന്നാണ് ലീവ് കിട്ടിയത്. എയർപോർട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്കാണ് പോയത്. അച്ഛനൊരു സർപ്രൈസ് തരാം.